പഞ്ചാബിലെ ബർണാലയിൽ വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ചു. അതുപോലെ അമൃത്സറിലെ ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സിൻസ് ദർ ആർ റിപ്പോർട്ട്സ് ഓഫ് സീസ് ഫയർ വയലേഷൻ വി വിൽ റിമെയിൻ ഓൺ അലർട്ട് ടുഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി വിൽ ഒബ്സർവ് ബ്ലാക്ക് ഔട്ട് ഇഫ് ആൻഡ് വെൻ നീഡഡ്. I advise all to kindly be prepared for enforcement of blackout if the need arises and be at home or indoors എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊപ്പം വിനീത വി ജി ചേരുകയാണ് അമൃത്സറിൽ നിന്ന്. വിനീത, വിവരങ്ങൾ. തീർച്ചയായും എസ് കെ, ഞാനിപ്പോൾ അമൃത്സറിലാണ് ഉള്ളത്. ഇവിടെ നിലവിൽ ഒരു സ്ഥിതി നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെയാണ്. ഇന്നലെയൊക്കെ കടകളൊക്കെ ഈ സമയം പൂർണ്ണമായും അടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ജനജീവിതം കുറേ കൂടി ഇവിടെ കൂടുതൽ സജീവമാവുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ബ്ലാക്ക് ഔട്ടിലേക്ക് പോകുമെന്ന് ഇതിനോടകം തന്നെ അമൃത്സർ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുകൊണ്ടുള്ള നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിട്ടുമുണ്ട്. ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലേക്കുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ സഹകരിക്കണം, വീടുകളിൽ തന്നെ തുടരണമെന്നാണ് നിർദ്ദേശമുള്ളത്. ഒപ്പം തന്നെ പഞ്ചാബിലെ ബർണാലയിൽ വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ചു എന്നൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. പത്താൻകോട്ടിലും സമാന രീതിയിലേക്കുള്ളൊരു ബ്ലാക്ക് ഔട്ട് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ പഞ്ചാബിൽ ഡ്രോൺ കണ്ടതായിട്ടും ചില വിവരങ്ങൾ കൂടി ലഭ്യമാവുകയാണ്. ഇന്നലെയൊക്കെ ഈ മേഖലയിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതൊപ്പം തന്നെ ആ മേഖലകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ നടന്നിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് ജനജീവിതം വീണ്ടും ഒരു സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഈ പഞ്ചാബിലെ 3 ഇടങ്ങളിൽ, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പഞ്ചാബിലെ ഒരു ഡ്രോൺ കണ്ടെത്തിയതായി ഒരു വിവരം ലഭ്യമാവുന്നുണ്ട്. അത് ഗുരുദാസ്പൂരിലെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാവുന്ന വിവരം, ഒരു പ്രാഥമിക വിവരമാണ്. ഒപ്പം തന്നെ ഈ അമൃത്സറിൽ ഏതെങ്കിലും ഒരു ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ വൈദ്യുതികൾ പൂർണ്ണമായും വിച്ഛേദിക്കുമെന്നും ജനങ്ങൾ അതുമായി സഹകരിക്കണമെന്നും ഒരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. പത്താൻകോട്ടിലും വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ പഞ്ചാബിലെ ബർണാലയിലും വൈദ്യുതി പൂർണ്ണമായും ഈ ഘട്ടത്തിൽ വിച്ഛേദിച്ചിരിക്കുകയാണ്. എസ് കെ. ഓക്കെ, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. ഈ ജയ്സാൽമീറിൽ ഇപ്പോൾ അനിൽ വാസുദേവ് ഉണ്ട്. അവിടെ എന്താണ് അവസ്ഥയെന്നറിയാൻ അനിൽ വാസുദേവിലേക്കൊന്ന് പോകാം. ശരിക്കും ജമ്മു ആൻഡ് കാശ്മീരിലെ സ്ഫോടക ശബ്ദം കേട്ടു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഇനി ജയ്സാൽമീറിലുള്ള വിവരം എന്നുകൂടി നമുക്ക് കേൾക്കാം. പറയൂ. എസ് കെ, ജയ്സാൽമീറിലും ഇപ്പോൾ ബ്ലാക്ക് ഔട്ടിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് വൈകുന്നേരം ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് വന്നതിന് പിന്നാലെ ജനജീവിതം സാധാരണഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വാഹനങ്ങളൊക്കെ തന്നെ നിരത്തിലേക്ക് ഇറങ്ങുകയും ഒപ്പം തന്നെ കടകളൊക്കെ തന്നെ ഇറങ്ങുകയും ചെയ്തതാണ്. ഞങ്ങളടക്കം പുറത്തുപോയി അവിടെ ഒരു കടയിൽ നിന്നാണ് അങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ആളുകളൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു, അല്ലെങ്കിൽ ജനജീവിതം സാധാരണഗതിയിലേക്ക് വരുന്നതിൻ്റെ സന്തോഷത്തിലായിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഈ ലൈവ് തുടങ്ങുന്നതിന് 8:30 നമ്മൾ ഈ ദൃശ്യങ്ങളടക്കം, ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഡ്രോണാക്രമണം ഉണ്ടായ പ്രദേശത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഏറ്റവും മുകളിലെ നിലയിലേക്ക് പോയിരുന്നത്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഈ ഹോട്ടലിലുള്ള ആളുകൾ ഓടി വന്ന് പറയുന്നത് അവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ നമ്മൾ സെക്കൻഡ് നിലയിലേക്ക് വന്നതാണ്, പക്ഷെ അവിടെയും നിൽക്കാൻ പറ്റില്ല. അപ്പോഴാണ് അവർ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ എത്തുകയും സ്ട്രീറ്റ് ലൈറ്റ് അടക്കം ഓഫ് ആക്കുകയും ഒപ്പം തന്നെ എല്ലാ വീടുകൾക്കും ഹോട്ടലുകൾക്കും ഒക്കെ തന്നെ ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൻ്റെ കോറിഡോറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടേക്ക് ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇപ്പോൾ അവർ വന്ന് നിങ്ങൾ റൂമിലേക്ക് മടങ്ങണം എന്നുള്ള നിർദ്ദേശം ആണ് തന്നിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ലൈറ്റുകളും അനുവദിക്കില്ല എന്ന തരത്തിൽ പോലും അവർ പറഞ്ഞാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അതായത് ഇവിടെ പ്രത്യേകിച്ച് ആക്രമണങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ജമ്മു കാശ്മീരിൽ അടക്കമുള്ള ചില അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ വ്യോമമാർഗമുള്ള ആക്രമണങ്ങൾ ചേർന്നത്. എന്തായാലും ശ്രീനഗറിൽ വ്യോമ പ്രതിരോധ സംവിധാനം സജ്ജമായി എന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഭയക്കാനൊന്നുമില്ല. വെടിനിർത്തൽ ഇന്ന് വൈകുന്നേരം തന്നെ നിലവിൽ വന്നതാണ്. പിന്നീട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണോ കാണേണ്ടതെന്ന് നമുക്കറിയില്ല. അതിൻ്റെ വ്യക്തത ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ സംഭവം ശ്രീനഗറിൽ ഉണ്ടായതായി മുഖ്യമന്ത്രി പങ്കുവച്ച ചിത്രവും അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും വന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പോസ്റ്റുമായി മുഖ്യമന്ത്രി വരുമ്പോൾ അതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരമൊരു കാര്യം, ഈ വെടിനിർത്തൽ ഔദ്യോഗികമായി നിലവിൽ വന്ന് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ബൽറാം നെടുങ്ങാടി നമുക്കപ്പം ശരിയാണ്. ബൽറാം, അവിടെ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ? നമ്മുടെ ഡിഫൻസ് സിസ്റ്റം, എയർ ഡിഫൻസ് യൂണിറ്റ് സജ്ജമായി കഴിഞ്ഞു എന്നുള്ള വാർത്ത വരുന്നുണ്ടല്ലോ. ഹലോ, വ്യക്തമാക്കുന്നു.
എന്നതാണ് ശ്രീനഗറിലെ ആകാശത്ത് നിന്നും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ എന്നുള്ളത്. തുടർച്ചയായുള്ള പൊട്ടിത്തെറി ശബ്ദങ്ങൾ ശ്രീനഗറിന്റെ ആകാശത്ത് കേൾക്കുന്നു. 100-ലേറെ തവണ ഇപ്പോൾ അത് കേട്ട് കഴിഞ്ഞിരിക്കുന്നു. അസ്വാഭാവികമായ എന്തോ സംഭവിക്കുന്നു ശ്രീനഗറിൽ. വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സാധാരണ സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിൽ ഉള്ള ഇതാണ് ഇത്തരത്തിലുള്ള ആകാശത്ത് നിന്നും ഇത്തരത്തിലുള്ള സ്ഫോടന ശബ്ദങ്ങളോ മറ്റോ കേൾക്കുന്ന സാഹചര്യം. എന്നാൽ അത് ശ്രീനഗറിൽ ഇപ്പോൾ സംഭവിക്കുന്നു. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളും കാണാം. തുടർച്ചയായി 100-ലേറെ തവണയാണ് ശ്രീനഗറിൽ ഇത്തരത്തിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ, വലുതും ചെറുതുമായുള്ള സ്ഫോടന ശബ്ദങ്ങൾ കഴിഞ്ഞ ഒരു മണിക്കൂറിനിടെ കേട്ടത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഒരു ആശ്വാസത്തിലായിരുന്നു ശ്രീനഗർ നഗരം. ജനങ്ങളെല്ലാം തന്നെ ആശ്വാസത്തിലായിരുന്നു. ഇന്ന് കഴിഞ്ഞ 2 രാത്രികളിൽ ഉണ്ടായതുപോലെ വൈകിട്ട് 7:30 വൈദ്യുതി വിച്ഛേദിക്കുന്ന ഇന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സ്ഫോടന ശബ്ദം വൈകിട്ട് 8:30 ഉയർന്നു കേട്ടു തുടങ്ങിയത്. അതിനുശേഷമാണ് ഉടൻ തന്നെ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശ്രീനഗറിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൂർണ്ണമായും വഴിവിളക്കുകൾ പോലും ഇപ്പോൾ അണച്ചിരിക്കുന്നു. പൂർണ്ണമായും ഇരുട്ടിലാണ് ശ്രീനഗർ. വാഹനങ്ങളുടെ വെളിച്ചം മാത്രമാണ്, അതും അപൂർവമായി മാത്രമാണ് വാഹനങ്ങൾ പോലും കടന്നു പോകുന്നത്. അത്തരം വളരെ പെട്ടെന്ന് ഒരു ആശ്വാസത്തിൽ നിന്നും വീണ്ടും ആശങ്കയിലേക്ക് ശ്രീനഗറിലെ ജനങ്ങൾ പോയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഈ സ്ഫോടന ശബ്ദങ്ങൾ തുടർച്ചയായി കേട്ടപ്പോൾ അത് മാലപ്പടക്കം എന്നാണ് പലരും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തോ ആഘോഷം എന്ന നിലയിലാണ് പലരും അത് കണ്ടത്. എങ്കിൽ പിന്നീട് ആകാശത്ത് വെളിച്ചം കാണുകയും പൊട്ടിത്തെറി ശബ്ദം തുടർച്ചയായി കേൾക്കുകയും ചെയ്തതോടെയാണ് അത് അത്തരത്തിൽ പടക്കം പൊട്ടിക്കുന്നതല്ല എന്ന് വ്യക്തമായത്. നിലവിൽ ഇപ്പോഴും ആശങ്കയുടെ നിമിഷങ്ങൾ കടന്നു പോകുകയാണ്. ജനങ്ങളെല്ലാം തന്നെ പുറത്തുണ്ടായിരുന്ന ആളുകൾ അതുവരെ ഏറെ ആശ്വാസത്തോടെ തെരുവിൽ നിറയെ ആളുകൾ ഇന്ന് വൈകിട്ടോടെ ഉണ്ടായിരുന്നു. നമ്മൾ വൈകിട്ട് ഉള്ള ദൃശ്യങ്ങളിൽ അത് കാണിച്ചതുമാണ്, അവരോട് സംസാരിച്ചിരുന്നതുമാണ്. എന്നാൽ എല്ലാവരും ഇപ്പോൾ വീടുകളിലേക്ക് കയറിയിരിക്കുന്നു, വെളിച്ചമണച്ചിരിക്കുന്നു. ഏറെ ആശങ്കയോടെ വീട്ടിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടുകയാണ് ആളുകൾ. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് ശ്രീനഗർ എന്ന വിവരങ്ങൾ നൽകിയത്. എന്തായാലും വെടിനിർത്തൽ വൈകുന്നേരം 5 മണിക്ക് തന്നെ നിലവിൽ വന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ? ശ്രീനഗറിൻ്റെ ആകാശത്ത് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞ പോലെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ നമുക്ക് കുറച്ചുകൂടി വ്യക്തത വേണ്ടിയിരിക്കുന്നു.